ഞാൻ എയർപോർട്ടിൽ ഒരു എയറോസ്റ്റസ് അഥവാ ഫ്ലൈറ്റിലാണ്. എയറോസ്റ്റസ് ഒരാളോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ മാന്യമായി പറയുന്നുണ്ട്. അതേപോലെ ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു അവരുടെ ആ വാക്ക്. ഒരാൾ പെട്ടി താഴെ വെച്ചിരുന്നു. അറബിയാണ്, ഒരു കിഴവനാണ്, ഒരു പ്രായം കൂടുതലുള്ള ആളാണ്. അദ്ദേഹം താഴെ വെച്ചിരുന്നു. അതിനൊന്ന് മുകളിലേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഒരു ഭംഗിയാർന്ന വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ തോന്നി. എന്താണ് അവർ? ലോ ചക്കറം തിയാ ഷേഖ്, ലോ ചക്കറം തിയാ ഷേഖ്, ശാന്ത ഫൗഖ്, ലോ ചക്കറം തിയാ ഷേഖ്, ജവാൽ മംനു. എന്താണ് ആ വാക്ക്? അവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൗ സമഹ്ത് എന്ന രാജകീയ പദമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അറബി ഭാഷ പഠിക്കുന്നവർ. ലൗ സമഹ്ത്. അതേപോലെ ഒരുപക്ഷെ അതിലും സ്പെഷ്യലൈസ് ചെയ്തൊരു വാക്കാണ് ലൗ കറംത്. അങ്ങ് ബഹുമാനപൂർവ്വം അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ പെട്ടി ഒന്ന് മുകളിൽ വെക്കുമോ? ഈ പെട്ടി ഇവിടെയല്ല വെക്കേണ്ടത്, മുകളിലാണ് വെക്കേണ്ടത്. എന്താണ് ആ വാക്ക്? എന്താണ് പറഞ്ഞത്? ലൗ കറംത് യാ ഷേഖ്, ലൗ കറംത്, ലൗ കറംത് യാ ഷേഖ് ശന്ത ഫൗഖ്. ഓക്കെ. അതേപോലെ തന്നെ ഫോൺ ചെയ്യുന്ന ആളോട് നമ്മൾ വിചാരിച്ചു ഫോൺ ചെയ്യരുത് എന്ന അനൗൺസ് വന്നിട്ടും ഇയാൾ തന്നെ ഖലാസ് മാഫി മുഷ്കിൽ ഇങ്ങനെ ഫോൺ പറയുന്നുണ്ട്. അയാളോട് പറഞ്ഞ് ലൗത് കറം തിയാ ഷേഖ് ജവാൽ മംനു. എന്താണ് ആ വാക്ക്? ലൗത് കറം തിയാ ഷേഖ്. ഓക്കെ. ഇവിടെ ലൗ സമഹ്തും ഉപയോഗിക്കാം. ലൗ സമഹ്തി നമ്മൾ സാധാരണ ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ അങ്ങ് ഒരു കാര്യം അനുവദിക്കുമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നാണ്. യഥാർത്ഥത്തിൽ കൈൻഡ്ലി, പ്ലീസ്, എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയുമെങ്കിലും അതുക്കും മേലെയുള്ള വിവിധങ്ങളായ അർത്ഥമുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വണ്ടിയിൽ പോവാണ്. വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു സീറ്റ് അവിടെയുണ്ട്, പക്ഷേ അയാളുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോ സമഹ്ത് യാ ഷേഖ് മഖാദ്, ലോ സമഹ്ത് അത്ര പറഞ്ഞാൽ മതി. അയാൾക്ക് ആക്ഷൻ അല്ലെങ്കിൽ അടുത്ത് ഉദ്ദേശാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെന്താക്കണ്ടില്ല, മുഴുവൻ പറയണ്ട. എനിക്ക് ആ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു തരുമോ, ഇവിടെ സീറ്റ് കാലിയല്ലേ, ഞാൻ ഇരുന്നോട്ടെ എന്നൊന്നും പറയണ്ട. ലോ സമഹ്ത് യാ ഷേഖ്, അത്ര മതി. ഒന്നൊന്ന് വഴി മാറിത്തരും. ലോ സമഹ്ത് യാ സയ്യിദ് എന്ന് പറയാം. ലൗ കറംത് എന്നും ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ പഠിച്ചത് ലൗ സമഹ്ത് എന്നതിൻ്റെ അതേ അർത്ഥത്തിലും അതിനേക്കാളും ഒന്നും കൂടി ബഹുമാനത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ലൗ കറംത്. അത് ലേഡീസിനോട് പറയുമ്പോൾ ലൗ കറംതി, ലൗ കറംതി യാ സയ്യിദ, അങ്ങ് അനുവദിക്കുമെങ്കിൽ, ഞാനൊരു കാര്യം പറയാൻ എന്നെ അനുവദിക്കുമെങ്കിൽ എന്ന അർത്ഥത്തിനാണ് ലൗ കറംത്. കറമാന്ന് ബഹുമാനപൂർവ്വം പറയുന്നതിനാണ്. ഓക്കെ. ഇത്തരം നല്ല നല്ല വേർഡുകൾ പഠിക്കുന്നതിന് അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക. മഷ്കൂരിൻ ജിദ്ദൻ. മഅസ്സലാമ.